പരിശുദ്ധമായ മുഹറം 9 നമ്മളുള്ള താസുആന്റെ ദിവസം. ഇൻഷാ അല്ലാഹ് നാളെ മുഹറം 10 ആശൂറ അല്ലേ. ലോകത്തൊരുപാട് അത്ഭുതങ്ങൾക്ക് സാക്ഷിയായ ദിവസമാണ് മുഹറം 10. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അത്ഭുതങ്ങൾ, അജായിബുകൾ ഇറങ്ങിയ ദിവസമാണ് മുഹറം 10. ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ രൂപത്തിൽ നമുക്കതൊന്ന് മനസ്സിലാക്കാം. കാരണം നാളത്തെ ദിവസം ഒട്ടനവധി നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരുപാട് അമലുകളെ കൊണ്ട് ധന്യമാക്കേണ്ടതാണ് എന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച എന്ന മഹത്തായ ദിവസമാണ്. കേട്ട് പഠിക്കാം, നമുക്ക് എന്ത് ചെയ്യാം, ജീവിതത്തിൽ പകർത്താം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ പഠിച്ചു നോക്കിയാൽ അവരുടെ ജീവിതത്തിൽ വലിയ സംഭവങ്ങൾ അരങ്ങേറിയ, വലിയ അത്ഭുതങ്ങൾ നടന്നത് മുഹറം 10 ഇന്ന് കാണാൻ കഴിയും. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ പ്രവാചകന്മാർ ഏതൊക്കെയാണ് ആ സംഭവങ്ങളെന്ന് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഇന്നത്തെ വീഡിയോ നമുക്കൊന്ന് കേട്ടുവെക്കാം. കാരണം നാളത്തെ ദിവസം നമ്മൾ ആ പവിത്രതയോടുകൂടി, അത്ര മഹത്വത്തോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇബാദത്തുകൾ ചെയ്യാൻ കഴിയും. അള്ളാഹു പൂർണ്ണമായി കേൾക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. വാട്സപ്പ് തുറന്നു നോക്കിയാൽ പലരുടെയും ചോദ്യം, ഉസ്താദേ ഈ വർഷത്തെ മുഹറം 10 എന്നാണ് എന്ന. അങ്ങനെ ചോദിക്കാനൊരു കാരണമുണ്ട്. കാരണം അതിൻ്റെ തുടക്കത്തിൽ ചെറിയൊരു സംശയം ഉണ്ടായതുകൊണ്ട്. ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് ആ ഒരു വിശദീകരണവും കേൾക്കാം. ഈ മുഹറം 10 സംബന്ധിച്ച് തർക്കിക്കണോ വേണ്ടയോ എന്നുള്ളതും നമുക്ക് കേൾക്കാം. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ താസുആന്റെ ദിവസമാണ് അല്ലേ, മുഹറം 9. നാളെ ഇൻഷാ അല്ലാഹ് മുഹറം 10. ആദ്യമായി തുടക്കത്തിൽ ഒരു ചോദ്യത്തിനുള്ള മറുപടി തന്നെ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് തുടങ്ങാം. ഉസ്താദേ മുഹറം 10 എന്നാണ് ഈ വർഷത്തെ മുഹറം 10 എന്നാണ്. ഒരു ചോദ്യം ഇന്ന് ചോദിക്കാനുള്ള കാരണം ഇത്രയും ദിവസമായിട്ട് ഇപ്പോഴും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാരണം മുഹറം 1 എന്നാണ് എന്നതിൽ പല സംശയം, ഒരു തർക്കം കേരളത്തിൽ ഉണ്ടായതുകൊണ്ടാണ്. ചില ഭാഗത്തെ ഖാദിമാർ വിധിച്ചത് പ്രകാരം വെള്ളിയാഴ്ചയാണ് മുഹറം 1, ചിലർ വിധിച്ചത് പ്രകാരം അല്ല, ശനിയാഴ്ചയാണ്. അപ്പോൾ എന്ത് ചെയ്യും, വ്യത്യാസം വരും ദിവസം. അപ്പോൾ എങ്ങനെയാണ് ഉസ്താദെ ബാക്കിയുള്ള സാധാരണക്കാരായ ആളുകൾ നോമ്പനുഷ്ഠിക്കേണ്ടത്? ഇവർക്ക് ഇങ്ങനെ തോന്നിയതുപോലെ വിധിച്ചാൽ മതിയോ എന്നൊക്കെ അതിൻ്റെ പുറത്ത് കയറി അഭിപ്രായം പറയുന്ന ആളുകളുണ്ട്. അത് ആ ബാബിനെ സംബന്ധിച്ച്, അതായത് ഈ ഖളാ വിധിയുടെ ബാബിനെ സംബന്ധിച്ച്, ആ പാഠത്തെ സംബന്ധിച്ച് അറിയാത്തത് കൊണ്ടാണ്. അത് പഠിച്ച ആളുകൾ അത് കൃത്യമായി വിധിച്ചു, എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ അവർ നിർവഹിച്ചിട്ടുണ്ട്, അവരുടെ ഉത്തരവാദിത്വം പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മൾ പഠിക്കാത്തത് കൊണ്ട് അതിൻ്റെ പേരിൽ കിടന്ന് തർക്കിക്കുന്നു, അത്രയേ ഉള്ളൂ. സംശയിക്കേണ്ട ഒരു ആവശ്യവും അതില്ല. കാരണം നമ്മളിപ്പോൾ ഏത് ഖാദിയാണ് അംഗീകരിക്കുന്നത്, ആ ഖാദി വിധിച്ചത് എന്താണോ അതനുസരിച്ച് എന്ത് ചെയ്യാം, അമൽ ചെയ്യാം. ഇപ്പോൾ വെള്ളിയാഴ്ചയാണ് 1 എന്ന് വിധിച്ച ഖാദി അംഗീകരിച്ചിട്ട് ജീവിക്കുന്നവരാണ് എങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് ഈ ഞായറാഴ്ച, ഇന്നത്തെ ദിവസം അവർക്ക് ആശൂറാന്റെ ദിവസമാണ്, മുഹറം 10. ഇനി അതല്ല, ശനിയാഴ്ചയാണ് എന്ത് ചെയ്തത്, അതായത് മുഹറം നമ്മൾ കഴിഞ്ഞ ദുൽഹിജ്ജ മാസം 30 പൂർത്തിയാക്കി, പിറ കാണാൻ വിശ്വാസയോഗ്യമായ അഭിപ്രായങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് എന്ത് ചെയ്തു, 30 പൂർത്തിയാക്കിയിട്ട് മുഹറം 1 ശനിയാഴ്ചയാണ് എന്ന് വിധിച്ച ഖാദിമാരെ സംബന്ധിച്ചിടത്തോളം അവരെ അനുസരിച്ച് ജീവിക്കുന്ന, അല്ലെ അവരെ പിൻപറ്റുന്ന ആളുകൾക്ക് നാളെയാണ്, തിങ്കളാഴ്ചയാണ് മുഹറം 10 വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കിടന്ന് തർക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഖാദിമാർ അവരുടെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഖാദിമാരുടെ ഉത്തരവാദിത്വം അങ്ങനെയാണ്. അവരുടെ അടുക്കൽ വിശ്വാസയോഗ്യമായ അറിയിപ്പ് കിട്ടിയാൽ, അവർക്ക് ബോധ്യപ്പെട്ടാൽ അവർക്ക് അതുകൊണ്ട് വിധിക്കാം. ഇനി ഒരു ഖാദിയാർ എന്ത് ചെയ്തു, വെള്ളിയാഴ്ചയാണ് 1 എന്ന് വിധിച്ചു, മറ്റു ഖാദിമാരൊന്നും അത് വിധിച്ചില്ല എന്ന് കരുതിയിട്ട് ഇദ്ദേഹത്തിൻ്റെ വിധി എന്ത് ചെയ്യേണ്ട, മാറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് വിധിച്ചത്. ഇനി ശനിയാഴ്ചയാണ് എന്ന് വിധിച്ച ഖാദിമാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം വേറൊരു ഖാദി വിധിച്ചു എന്ന് കരുതിയിട്ട് ഇവർക്ക് വിധിക്കണമെന്നില്ല. അവരുടെ അടുക്കൽ വിശ്വാസയോഗ്യമായ അറിയിപ്പ് എപ്പോഴാണ് കിട്ടുന്നത്, അവർക്ക് ബോധ്യപ്പെടുന്നു, അപ്പോൾ അവർ വിധിച്ചാൽ മതി. അത് ഖാദിമാരുടെ ഉത്തരവാദിത്തം അങ്ങനെയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ സാധാരണക്കാരുടെ തർക്കിക്കാൻ നിൽക്കേണ്ട. പരിശുദ്ധമായ മുഹറം 10 വലിയ ബറക്കത്തുള്ള ദിവസമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സൽക്കർമ്മങ്ങൾക്ക് അവസരം നൽകുമാറാകട്ടെ. ഒരുപാട് ശ്രേഷ്ഠതകൾ കൊണ്ട് സമ്പുഷ്ടമായ ദിവസമാണ്. ഞാൻ തുടക്കത്തിൽ കുറച്ച് പ്രത്യേകതകളെന്ന് പറഞ്ഞുതരാം. ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു 18 പ്രത്യേകതകൾ ഇൻഷാ അല്ലാഹ് ഞാൻ എണ്ണി പെട്ടെന്ന് പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ പ്രത്യേകത, ഈ പരിശുദ്ധമായ മുഹറം 10 മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ തൗബയെ അള്ളാഹു സ്വീകരിച്ചത്. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടതിന് ശേഷം റബ്ബിൻ്റെ മുമ്പിൽ കരഞ്ഞു തൗബ ചെയ്തു. എന്നിട്ടോ ആ തൗബ അള്ളാഹു സ്വീകരിക്കുന്നത് പരിശുദ്ധമായ മുഹറം 10. രണ്ടാമതായി കാണാം, മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും അവിടുത്തെ അനുചരങ്ങളും സഞ്ചരിച്ചിരുന്ന കപ്പൽ എവിടെയാണ് നങ്കൂരം വീഴേണ്ടത്, ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ വെള്ളത്തിലൂടെ കറങ്ങി നടക്കുകയാണ്. അവസാനം അള്ളാഹു ആ വെള്ളത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തി ആ കപ്പൽ നങ്കൂരമിട്ടത് പരിശുദ്ധമായ മുഹറം 10. മൂന്നാമതായി കാണാം, മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടത് പരിശുദ്ധമായ മുഹറം 10. ഇദ്രീസ് നബി അലൈഹി സ്വലാം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പ്രവാചകനാണ്, ആകാശത്തിൽ ജീവിച്ചിരിക്കുന്ന പ്രവാചകനാണ് എന്ന് നമുക്കറിയാം. മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രവാചകനെ ആകാശത്തിലേക്ക് ഉയർത്തിയത്
മുഹറം 10-നാണ്. 4-മതായി കാണാം മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം. ലോകം അടക്കി ഭരിക്കാൻ അള്ളാഹു അധികാരം കൊടുത്ത, അവകാശം കൊടുത്ത ആളാണ്. ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പട്ടാഭിഷേകം നടന്നത്, അദ്ദേഹത്തിന് അധികാരം അള്ളാഹു കൊടുത്തത് മുഹറം 10-നാണ്. അടുത്ത 5-മതായി കാണാം മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. വിശുദ്ധമായ ഖുർആൻ ദിന്നൂൻ എന്ന് വിശേഷിപ്പിച്ച മത്സ്യം വിഴുങ്ങിയ മനുഷ്യൻ ഇല്ലേ, ആ പ്രവാചകനായ മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും, ആ ഇരുട്ടിൽ നിന്നും അള്ളാഹു മോചിപ്പിച്ചത് പരിശുദ്ധമായ മുഹറം 10-നാണ്. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാം. 6-മതായി കാണാം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രോഗം കൊടുത്ത് അള്ളാഹു പരീക്ഷിച്ചിരുന്നു. ആ രോഗത്തിൽ നിന്നും അള്ളാഹു മുക്തി കൊടുത്തത്, മോചനം കൊടുത്തത്, ശമനം കൊടുത്തത് പരിശുദ്ധമായ മുഹറം 10-നാണ്. 7-മതായി കാണാം മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ ലോകത്ത് നിലകൊണ്ട ആളാണ് ആര്? അദ്ദേഹത്തിന് ശത്രുവായി നിലകൊണ്ട ആളാണ് ഫിർഔൻ. ആ ഫിർഔനെയും കൂട്ടരെയും ചെങ്കടലിൽ മുക്കി നശിപ്പിച്ചത്, അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അനുയായികളെയും രക്ഷപ്പെടുത്തിയത് ഈ മുഹറം 10-നാണ്. 8-മതായി കാണാം മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു തൗറാത്ത് ഇറക്കി കൊടുത്തത് പരിശുദ്ധമായ മുഹറം 10-നാണ്. തൗറാത്ത് അവതരിപ്പിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ 9-മതായി കാണാം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. പരിശുദ്ധമായ ഇസ്ലാമിക ചരിത്രത്തിൽ പകരം വെക്കാനില്ലാത്തൊരു പ്രവാചകനാണ് ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്രൂദാകുന്ന കാട്ടാളൻ തീക്കുണ്ടാളത്തിലേക്ക് എറിഞ്ഞ സംഭവങ്ങളൊക്കെ വിശുദ്ധ ഖുർആനും ഹദീസുകളും നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ചരിത്രം നോക്കിയാൽ നമുക്ക് പഠിക്കാൻ കഴിയും. ആ തീയിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തിയത് വിശുദ്ധമായ മുഹറം 10-നാണ്. ഈ പരിശുദ്ധ ദിവസത്തിലാണ്. 11-മതായി കാണാം മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ചെറുപ്പം മുതലേ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട പ്രവാചകനാണ് ഇല്ലേ. ചെറുപ്പത്തിൽ തന്നെ സഹോദരങ്ങളുടെ ശത്രുത അങ്ങനെ കിണറ്റിൽ കൊണ്ടിട്ടു. അവിടെ നിന്നും അതുപോലെ തന്നെ പിന്നീട് ജയിലിലൊക്കെ അടയ്ക്കപ്പെടുകയുണ്ടായി. ആ ജയിലിൽ നിന്നടക്കം മോചനം കിട്ടിയത് ഈ പരിശുദ്ധമായ മുഹറം 10-നാണ് എന്ന് ചരിത്രത്തിൽ കാണാം. അതുപോലെ 12-മതായി കാണാം മഹാനായ യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ വാപ്പയാണ്, യൂസുഫ് നബിയുടെ പിതാവ്. അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു കരഞ്ഞു കരഞ്ഞ്. അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാഴ്ച തിരിച്ചു കൊടുത്തത് മുഹറം 10-നാണ് എന്ന് ചരിത്രങ്ങളിൽ കാണാം. 13-മതായി കാണാം മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചൊരു പ്രഖ്യാപനം വിശുദ്ധ ഖുർആനിലുണ്ട് ഇല്ലേ. യഗ്ഫിറു ലക്കല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. നബിയെ, തങ്ങളുടെ മുൻപിൻ പാപങ്ങളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തിരിക്കുന്നു, തങ്ങൾ പരിപൂർണ്ണ മഅസൂമാണ് എന്ന് അള്ളാഹു പ്രഖ്യാപിച്ച ആ ദിവസം അത് പരിശുദ്ധമായ മുഹറം 10-നായിരുന്നു. അതുപോലെ തന്നെ 14-മതായി കാണാം കഴിഞ്ഞ ഒരു വർഷത്തെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടുന്ന പരിശുദ്ധമായ നോമ്പ്. റമദാൻ മാസം കഴിഞ്ഞാൽ പവിത്രമായൊരു നോമ്പ് അടങ്ങിയത് പരിശുദ്ധമായ മുഹറം 10-ന്റെ നോമ്പിലാണ്. ഈ പരിശുദ്ധമായ മുഹറം 10-ന് ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു വർഷത്തെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുന്ന നോമ്പായിട്ട് പഠിപ്പിക്കപ്പെട്ടൊരു നോമ്പാണ്. അതുപോലെ 15-മതായി കാണാം പരിശുദ്ധ റമദാനിന് ശേഷം ഏറ്റവും പവിത്രമുള്ള നോമ്പ് പരിശുദ്ധമായ മുഹറം 10-ന്റെ നോമ്പാണ്. പാപങ്ങൾ പൊറുക്കുന്ന നോമ്പ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ റമദാനിന് ശേഷം മുത്തുനബി തങ്ങൾ ഏറ്റവും പവിത്രമായി പഠിപ്പിച്ചു തന്ന നോമ്പ് പരിശുദ്ധമായ മുഹറം 10-ന്റെ ആശുറയുടെ നോമ്പാണ്. ഈ 1 വെള്ളിയാഴ്ചയാണ് എന്ന് കണക്കാക്കിയവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം അല്ല, ശനിയാഴ്ചയാണ് എന്ന് കണക്കാക്കിയവരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം ഇൻഷാ അല്ലാഹ്. അതുപോലെ 16-മതായി കാണാം മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനനം കൊണ്ടത് ഈ പരിശുദ്ധമായ മുഹറം 10-നാണ്. 17-മതായി കാണാം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഖലീൽ അല്ലാഹു വിശേഷിപ്പിച്ചത്, തന്റെ കൂട്ടുകാരൻ എന്ന് പ്രഖ്യാപിച്ചില്ല, വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, അത് പരിശുദ്ധമായ മുഹറം 10-നാണ്. അതുപോലെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പുനർനിർമ്മിച്ചതിന് ശേഷം ആ പണി പൂർത്തിയായത് പരിശുദ്ധമായ മുഹറം 10-നാണ്. ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി നേട്ടങ്ങൾ ഞാൻ ചുരുങ്ങിയത് എണ്ണിപ്പറഞ്ഞു എന്നുള്ളൂ. 10-18ഓളം വരുന്ന വലിയ അത്ഭുതങ്ങൾ ഞാൻ എണ്ണിപ്പറഞ്ഞതാണ്. ഇത് ഓരോന്നും വിശദീകരിച്ചാലും തീരാത്തത്ര വിശാലമായ ചരിത്രങ്ങളാണ്. എന്നാൽ ഇത് മുഴുവൻ, ഈ ചരിത്രങ്ങൾ മുഴുവൻ, ഈ ചരിത്ര സംഭവ വികാസങ്ങൾ മുഴുവൻ ഉണ്ടായത് ഈ പരിശുദ്ധമായ ബറക്കത്താക്കപ്പെട്ട മുഹറം 10-നാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിന് വലിയ പ്രത്യേകതയുണ്ട്. ജൂതന്മാർ അവർ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകുന്ന അവരുടെ നേതാവിനെ, അവിടുത്തെ പ്രവാചകനെ രക്ഷപ്പെടുത്തിയതിൻ്റെ പേരിൽ അവർ നന്ദി സൂചകമായി മുഹറം 10-ന് നോമ്പനുഷ്ഠിക്കുമായിരുന്നു. ഒരിക്കൽ മദീനയിൽ വന്ന ജൂതന്മാർ ഇങ്ങനെ നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു എന്തേ കാരണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, നോമ്പനുഷ്ഠിക്കുന്നത് എന്ന്. മുത്തുനബി തങ്ങൾ മറുപടി കൊടുത്തല്ലേ, ഇൻ ബഖീതു ഇലാ ഖാബിലിൻ ല അസൂമന്ന താസിഅ, ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ, അടുത്ത കൊല്ലത്തിലേക്ക് ഞാൻ എത്തിച്ചേരുമെങ്കിൽ 9-നും കൂടെ ഞങ്ങൾ നോമ്പനുഷ്ഠിക്കും. കാരണം എന്തേ, മുഹറം 10-ന് മാത്രം നോമ്പനുഷ്ഠിച്ച ജൂതന്മാരുമായിട്ട് സാമ്യമായി പോകും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ജൂതന്മാരുമായിട്ടൊന്ന് വ്യത്യാസമാകാൻ വേണ്ടി മുഹറം 9-നും 10-നും കൂടെ ഇൻഷാ അല്ലാഹ് നോമ്പനുഷ്ഠിക്കും. ഇനി മുഹറം 9-ന് നോമ്പനുഷ്ഠിക്കാൻ ഒരാൾക്ക് പറ്റിയില്ല, എന്നാൽ അയാൾ എന്താ ചെയ്യേണ്ടത്, മുഹറം 10-ഉം 11-നും കൂടെ അനുഷ്ഠിക്കാം.
മുഹറം 10 മാത്രമായിട്ട് അനുഷ്ഠിക്കാതെ മുഹറം 10-നും ശേഷം മുഹറം 11-നും എന്ത് ചെയ്യുക, ഇൻഷാ അല്ലാഹ് നോമ്പ് അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. ചില ആളുകൾ ചോദിക്കാൻ, ഉസ്താദ് മുഹറം 9-ന് നോക്കാൻ പറ്റിയില്ല, എന്നാ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയും പവിത്രമായി തന്ന ബറക്കത്തുള്ളൊരു ദിവസം. ഈ ദിവസം നമ്മൾ ചെയ്യേണ്ട ചില അമലുകൾ, കുറഞ്ഞ അമലുകളൊന്ന് പറഞ്ഞു തരട്ടെ. അതിൽ ഒന്നാമതായി ചെയ്യേണ്ട നോമ്പനുഷ്ഠിക്കൽ തന്നെയാണ്. മുഹറം മാസത്തും 10-ന്റെ നോമ്പനുഷ്ഠിക്കുക. എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടതെന്നൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. രണ്ടാമതായി ചെയ്യേണ്ടത്, പരിശുദ്ധമായ ഈ ദിവസം മഹാന്മാരായ സ്വഹാബത്ത് ചെയ്ത ചില അമലുകളുണ്ട്. ഈ പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ തുടക്കം ആദ്യത്തെ 10 ദിവസം പ്രത്യേകിച്ച് മഹാന്മാരെ സ്വഹാബത്ത് ചെയ്ത ചില പ്രത്യേകതകളുണ്ട്. അതിലൊന്നാമത്തത്, അവരെന്ത് ചെയ്തിരുന്നു, അമലുകളെ കൂട്ടാൻ ശ്രമിച്ചിരുന്നു. അതായത് സാധാരണ ചെയ്യുന്ന അമലുകളിൽ നിന്നും ഒരു അല്പം കൂടെ എന്ത് ചെയ്യുക. അപ്പം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു 4 റക്അത്താക്കി, 2 റക്അത്തോളം കൂട്ടി. നിസ്കാരശേഷം അവരിരുന്ന സമയത്തേക്കാൾ ഒരു അല്പം, ഒരു 5 മിനിറ്റോടെ കൂടുതൽ ആ സമയം എന്ത് ചെയ്തു, ആ മുസല്ലയിലിരുന്നു. ഇല്ലേ, ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർ നിസ്കരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നതിന് പകരം ഒരു 5 മിനിറ്റ് എന്ത് ചെയ്യുക, ആ മുസല്ലയിലിരിക്കുക. അതിന് വലിയ കൂലിയുണ്ട്. മലക്കുകൾ എന്ത് ചെയ്യും, ദുആ ഇറക്കും. മലക്കുകൾ ആ ഇരിക്കുന്ന ആൾക്ക് വേണ്ടി ദുആ ഇറക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അയാൾക്ക് വേണ്ടി പാപം പൊറുക്കാൻ തേടുമെന്ന്, അയാൾക്ക് വേണ്ടി മഗ്ഫിറത്ത് തേടുമെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. അത് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും കിട്ടും. ഇത് സ്വഹാബത്ത് അധികരിപ്പിച്ചിരുന്നു എന്ന്. ഖുർആൻ പാരായണം 1 ജുസു ആണ് ഓതിയതെങ്കിൽ 1 പേജും കൂടെ കൂടുതൽ ഓതാ. അല്ലേ, ദിക്ർ ചൊല്ലുന്നത് 100 എണ്ണം ചൊല്ലിയെങ്കിൽ 101 എണ്ണം ചെല്ലാൻ ശ്രമിക്കുക. അത് കുറച്ച് കൂടുതൽ ചെല്ലാൻ ശ്രമിക്കുക. എങ്ങനെ എന്ത് ചെയ്യാം, അമലുകളുടെ വിഷയത്തിൽ കുറച്ചൊരു കൂടുതൽ എന്ത് ചെയ്യാം, ഒന്ന് കൂട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അയാൾക്ക് വലിയ ബർക്കത്ത് ചെയ്ത് കൊടുക്കുന്ന. നോമ്പ് രക്ഷിച്ചു, അമലുകളുടെ വിഷയത്തിൽ കുറച്ച് എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുന്ന സാധാരണ ചെയ്യുന്ന നിത്യമായി ചെയ്യുന്ന അവറാദുകളൊക്കെ എന്ത് ചെയ്യുക, ഒരല്പം കൂടെ കൂട്ടാൻ ശ്രമിക്കുക. മൂന്നാമതായി, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇഖ്ലാസ് ഒരുപാട് പാരായണം ചെയ്യുക. സൂറത്തുൽ ഇഖ്ലാസ് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ളൊരു സൂറത്താണ്. 10 തവണ ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ സ്വർഗത്തിൽ ഒരു കൊട്ടാരം കിട്ടുമെന്ന് മുത്തുനബി തങ്ങൾ പറയാം. ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അവർക്ക് വേണ്ടി ഒരു കൊട്ടാരം അള്ളാഹു പണിയും. ഒരു സ്വഹാബി ചോദിച്ചു, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആണ് ചോദിച്ചത്, എന്ത് നബിയെ, ഞാൻ 20 തവണ ഓതിയാലോ എന്ന്. നബി തങ്ങൾ പറഞ്ഞു 2 കൊട്ടാരം കിട്ടുമെന്ന്. നബി തങ്ങൾ എന്നിട്ട് എടുത്തു പറഞ്ഞു, എന്ത്, ഇനി ഓരോ 10 തവണ ഓതുന്നതിനും ഓരോ കൊട്ടാരം വീതം ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുമെന്ന്. അപ്പോൾ എത്ര ഇഖ്ലാസ് സൂറത്ത് ഓതാൻ പറ്റുമോ അത്രയും അധികരിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ കൊട്ടാരങ്ങളെ കൊണ്ട് എന്ത് ചെയ്യും, സന്തോഷം നൽകും. സ്വർഗത്തിൽ കൊട്ടാരം കിട്ടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ, അദ്ദേഹത്തെ സ്വർഗത്തിലാക്കും എന്ന് ഉറപ്പാണ് എന്ന്. അദ്ദേഹം സ്വർഗാവകാശിയായിട്ടേ മരിക്കുകയുള്ളൂ എന്ന്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ പരിശുദ്ധമായ ദിവസം ചെയ്യേണ്ട മറ്റൊരു വലിയ സൽക്കർമ്മമാണ് കുടുംബത്തിൽ വിശാലത ചെയ്തു കൊടുക്കുക. കുടുംബത്തിൽ ഭക്ഷണത്തിൽ വിശാലത, അവർക്ക് വേണ്ട എന്താണെന്ന് ചോദിച്ച് വാങ്ങിക്കൊടുക്കുക. ഭാര്യയ്ക്ക് എന്താണ്, മക്കൾക്ക് എന്താണ്, അവർക്ക് കഴിക്കാൻ എന്ത് ഭക്ഷണമാണ് വേണ്ടത് എന്ന് ചോദിച്ചിട്ട് നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന അങ്ങോട്ട് തിന്നട്ടെ എന്നല്ല, മറിച്ച് അവർക്ക് എന്താണ് ആവശ്യമുള്ളത് അത് ചോദിച്ച് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് റാഹത്തായി വയറ് നിറച്ചു കഴിഞ്ഞാൽ ആ ഒരു വർഷക്കാലം മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ റിസ്കിൽ വിശാലത ചെയ്ത് കൊടുക്കുന്ന. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇല്ലേ, ഒന്ന് ചോദിച്ചിട്ട് അവർക്ക് എന്താണ് ആവശ്യമുള്ളത്. ഇപ്പോൾ ഒരു വയറ് നിറയ്ക്കാൻ ഇപ്പോൾ വലിയ എന്ത് ചെയ്യുക, ആനക്കാര്യമൊന്നും അല്ലല്ലോ വയറ് നിറച്ചു കൊടുക്കുക എന്നുള്ളത്. മനുഷ്യൻ മതി എന്ന് പറയുന്ന ഒരു സംഗതി ഭക്ഷണം മാത്രമാണ്. ഇല്ലേ, വയറ് നിറഞ്ഞിട്ട് മതി എന്ന് പറയാം, ഭക്ഷണം മാത്രമാണ്. ബാക്കി എന്ത് ദുനിയാവിൻ്റെ കിട്ടിയാലും പോന്നോട്ടേ പറയുള്ളൂ. കുറേ സ്വർണ്ണം കൊടുത്തു വീണ്ടും വന്നോട്ടെ എന്ന് പറയും, പൈസ കൊടുത്തു വീണ്ടും വന്നോട്ടെ എന്ന് പറയും. ഒരു കാർ കൊടുത്തു, 2 എണ്ണം വീണ്ടും കൂടുതൽ വന്നോട്ടെ എന്ന് വെച്ചു, വീട് കിട്ടി 1 എണ്ണം, 2 എണ്ണം വീണ്ടും വന്നോട്ടെ എന്ന് പറയും. മനുഷ്യൻ അത് വേണ്ടെന്ന് പറയൂല. ഇനി അത് ഭൂമി സ്വത്തുക്കളാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി. എന്നാൽ മനുഷ്യൻ മതി, ഒരു പ്ലേറ്റ് ചോറ് കഴിച്ചു, കുറച്ചുകൂടി ഇട്ടു, അതും കഴിച്ചു, പിന്നെ 3ാമത് ഇടാൻ നേരത്തെ എന്ത് ചെയ്യും, മതി എന്ന് പറയും. മനുഷ്യനെ സംബന്ധിച്ചുള്ള മതി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഭാര്യയ്ക്ക്, മക്കൾക്ക്, കുടുംബാദികൾക്കൊക്കെ എന്ത് ചെയ്യുക, അവർക്ക് വയറ് നിറച്ച് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വർഷം, ഈ വരുന്ന വർഷം മുഴുവൻ അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്തു തരും. നമ്മുടെ റിസ്കിൽ അള്ളാഹു വിശാലത ചെയ്തു തരും. നമുക്ക് ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്തു തരും. ഇൻഷാ അല്ലാഹ് പ്രത്യേകം ശ്രദ്ധിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ കഴിവിൻ്റെ പരമാവധി സാധുക്കളായ ആളുകളെ ഒന്ന് സഹായിക്കാൻ ശ്രമിക്കാം. സാധുക്കളായ ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയാൽ അതിന് വലിയ കൂലിയുണ്ട്. അതിന് ഏറ്റവും മഹത്തായ ഒരു ചരിത്രം, പരിശുദ്ധമായ ഇസ്ലാമിക ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് മഹത്തുക്കളായ ആളുകൾ പഠിപ്പിച്ചു തന്നതായി കാണാൻ കഴിയും. ഒരു നസ്രാനിയായ മനുഷ്യനെ പോലും അള്ളാഹു സ്വർഗത്തിലാക്കിയതിന്റെ ചരിത്രം റിയ്യ് എന്ന പ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരു നസ്രാനിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇത് ചരിത്രം പറയുന്നുണ്ട്. അവിടെ ഒരു ഖാദി ഉണ്ടായിരുന്നു, വലിയൊരു ഖാദി, ധനികനായ ഒരു ഖാദി. ഒരു സാധുവായ മനുഷ്യൻ ഒരിക്കൽ ആ ഖാദിയുടെ അടുക്കലേക്ക് വന്നിട്ട് എന്ത് ചെയ്തു, പരിശുദ്ധമായ മുഹറം 10 വന്നിട്ട് തനിക്കും കുടുംബത്തിനും എന്തെങ്കിലും ഒന്ന് ചെലവിന് തരണേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരക്കിലാണ്. ഖാദിയാർ പറഞ്ഞു, എന്ത് ളുഹറിന് വരാൻ പറഞ്ഞു. അദ്ദേഹം ളുഹറിന് വന്നപ്പോൾ പറഞ്ഞു അസറിന് വരാൻ പറഞ്ഞു. അങ്ങനെ മറ്റൊരു വഖത്തിന് വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് തരാനുള്ളത് ഇപ്പം എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മടക്കി അയച്ചു. സങ്കടത്തോടുകൂടി അയാളെ തിരിച്ചു പോകുന്നത്, കരഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ട തൊട്ടടുത്ത അയൽവാസിയായ നസ്രാനിയായ മനുഷ്യനെ അയാളെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് വിഷയം എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ കാര്യം അന്വേഷിച്ചു, നിർബന്ധിച്ച് ചോദിച്ചു മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ചെലവിനുള്ളത് ഞാൻ തരാം, കാരണം ഈ ദിവസം വലിയ മഹത്വമുള്ള ദിവസമാണ് എന്ന് ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എത്രയാണോ, അദ്ദേഹം 10 ചോദിച്ചു. എന്നാൽ 22 ദിർഹമുകൾ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, കൊടുത്തു.
ഇന്നത്തേക്ക് മാത്രമല്ല, ഇനി എല്ലാ മാസവും നിങ്ങൾക്കും കുടുംബത്തിനുമുള്ള ആ ചെലവ് ഈ ദിവസത്തെ പരിഗണിച്ചുകൊണ്ട് ഞാൻ നൽകാമെന്ന് പറഞ്ഞെന്ത് ചെയ്തു, കൊടുത്ത് വളരെ സന്തോഷത്തോടുകൂടി യാത്രയാക്കി. അന്ന് രാത്രി ആ ഖാദിയാർ സ്വപ്നം കണ്ടൊരു സ്വപ്നമുണ്ട്. എന്ത്? 2 സ്വർണ്ണ കൊട്ടാരങ്ങൾ കാണുകയാണ്. സ്വർണ്ണത്തിൻ്റെ ഇഷ്ടികകൾ പതിപ്പിച്ച 2 കൊട്ടാരം. ചോദിച്ചു, ഇത് ആർക്കുള്ളതാണ് എന്ന്. അത് നിങ്ങളുടെ അയൽവാസിയായ നസ്രാണിക്കുള്ളതാണ് എന്ന്. ഞെട്ടി എഴുന്നേറ്റു ആ ഖാദി പെട്ടെന്ന്. എന്നിട്ട് എന്ത് ചെയ്തു, വെളുപ്പിനെ സുബഹിസ്കാരം കഴിഞ്ഞ ഉടനെ ആ നസ്രാണിയുടെ വീട്ടിലേക്ക് ഓടിയിട്ട് ചോദിച്ചു, എന്ത് നന്മയാണ് നിങ്ങൾക്ക് ചെയ്തത്, നിങ്ങൾ ചെയ്തത് എന്താണ്, ഇന്നലെ ചെയ്തത് എന്താണ് എന്ന്. അദ്ദേഹം നടന്ന കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞു, എന്ത്, ഞാൻ 1,00,000 ദിർഹമുകൾ നൽകാം, നിങ്ങൾ ആ കൊട്ടാരം എനിക്ക് വിൽക്കുമോ എന്ന്. ആര്? ഈ ഖാദി ചോദിക്കുകയാണ്. ധനികനാണ് ആ മനുഷ്യൻ. ഞാൻ 1,00,000 ദിർഹമുകൾ നിങ്ങൾക്ക് നൽകാം, അതിന് പകരമായി നിങ്ങൾ വിൽക്കുമോ എന്ന്. അദ്ദേഹം പറഞ്ഞു, എന്ത്, ഇനി ഭൂമി മുഴുവൻ നൽകാമെന്ന് പറഞ്ഞാലും ഞാനത് വിൽക്കൂല. ഖാദിയാർ രണ്ടാമത് ചോദിച്ചു, എന്ത്, നിങ്ങൾക്ക് എങ്ങനെയാണ് അത് സ്വായത്തമാക്കാൻ കഴിയുക, സ്വന്തമാക്കാൻ കഴിയുക? കാരണം നിങ്ങൾ നസ്രാനിയല്ലേ, നിങ്ങൾ മുസ്ലിം ആയിട്ടില്ലല്ലോ. അപ്പോൾ മഹാനവറുകൾ, ആ വ്യക്തി പറഞ്ഞത്, നസ്രാണിയായ മനുഷ്യൻ പറഞ്ഞത്, അതാണ് എനിക്കൊരു തടസ്സമെങ്കിൽ ഞാനിതാ പരിശുദ്ധമായ കലിമത്തു തൗഹീദ്, പരിശുദ്ധ കലിമത്തു ഷഹാദ ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അവിടെ നിന്ന് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ഇനി എനിക്കൊരു തടസ്സവുമില്ലല്ലോ അത് വാങ്ങുന്നതിന്, എനിക്ക് ആ സ്വർണ്ണ കൊട്ടാരം വേണമെന്ന് മഹാനവറുകൾ പറയുകയും ചെയ്തത് ചരിത്രത്തിൽ കാണാൻ കഴിയും. ആ ദിവസത്തെ പരിഗണിച്ചതുകൊണ്ട് ഒരു നസ്രാണിക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. അള്ളാഹുവിനെ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആളുകൾക്ക് വലിയ കൂലി നൽകുമെന്ന് ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു അത്തരത്തിൽ ഈ ദിവസത്തെ പരിഗണിക്കാനും ഒരുപാട് ഇബാദത്ത് ചെയ്യാനും ഒക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഈ ദിവസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും ദുആ ചെയ്യാനും ഒക്കെ അള്ളാഹു അവർക്കും നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. വീഡിയോ മുഴുവൻ കേട്ട ആളുകൾ കമൻ്റായി അറിയിക്കുക. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم.